ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ടിഷ്യൂ പേപ്പറുകൾ വെച്ചാണ് ക്രാഫ്റ്റ് വർക്ക് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പറുകൾ വെച്ച് നമുക്ക് 2 കളറിലുള്ള പൂക്കൾ ചെയ്തെടുക്കണം. അതിൽ നിന്നും കുറച്ച് ടിഷ്യൂ പേപ്പറുകൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ പെയിന്റും റെഡ് കളർ പെയിന്റുമാണ്. വൈറ്റ് കളർ പെയിന്റ് നമ്മൾ ഈ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് കുറച്ച് റെഡ് കളർ പെയിന്റും കൂടെ ആക്കി കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പറിൽ നമുക്കൊന്ന് കളർ ചെയ്തെടുക്കാം. അപ്പൊ നമുക്കിതിലേക്ക് കുറച്ചും കൂടെ റെഡ് കളർ പെയിന്റ് ആക്കി കൊടുക്കാം എന്ന് തോന്നുന്നു. ഈ ഒരു കളറിലാണ് നമുക്ക് ടിഷ്യൂ പേപ്പർ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അതിലേക്ക് കുറച്ചും കൂടെ റെഡ് കളർ പെയിന്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അതൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ടിഷ്യൂ പേപ്പറും അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം. നമ്മളിത് നിവർത്തി നോക്കിയതിനു ശേഷം പെയിന്റ് ആവാത്ത ഭാഗങ്ങളിലെല്ലാം ഒന്നും കൂടെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്കിത് ഉണങ്ങാനായി മാറ്റി വെക്കണം. ഇതുപോലെ കുറച്ച് ടിഷ്യൂ പേപ്പറുകൾ നമുക്ക് കളർ ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പറുകളെല്ലാം വെച്ച് നമ്മളിന്ന് പൂക്കളാണ് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. 2 കളറിലുള്ള ടിഷ്യൂ പേപ്പർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പെയിന്റ് ചെയ്തെടുക്കൊന്നും വേണ്ട. നമ്മുടെ കയ്യിൽ ഇപ്പൊ അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതിൽ പെയിന്റ് ചെയ്തെടുക്കുന്നത്. നമ്മളിവിടെ പെയിന്റ് ആക്കി എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ എല്ലാം നമുക്ക് നല്ലതുപോലെ ഉണങ്ങി കിട്ടണം. അതെല്ലാം നല്ലതുപോലെ ഉണങ്ങി കിട്ടിയതിന് ശേഷമാണ് നമ്മുടെ ക്രാഫ്റ്റ് വർക്ക് നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇപ്പൊ നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പറുകളെല്ലാം ഇതുപോലെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പുകൾ വരച്ചെടുക്കണം. അപ്പൊ നമ്മൾ അതിൽ ഈ ഒരു ചെറിയ അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പുകൾ വരച്ചെടുക്കുകയാണ്. ഈ ഒരു ടിഷ്യൂ പേപ്പറിൽ റൗണ്ട് ഷേപ്പുകളെല്ലാം വരച്ചെടുത്തതിന് ശേഷം നമുക്കതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഓരോന്നിലും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതിന് ചുറ്റുമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. സിമ്പിളായി ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. ഇതുപോലെയാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതിലും കൂടെ ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ആദ്യം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് ഓരോന്ന് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. ടിഷ്യൂ പേപ്പർ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്കത് ഓരോന്നും റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ടിഷ്യൂ പേപ്പറുകൾ വെച്ച് വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കുട്ടികൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ടിഷ്യൂ പേപ്പർ വെച്ച് പൂക്കൾ മാത്രമല്ല നമ്മൾ വാൾ ഡെക്കറൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതെല്ലാം ചെയ്തെടുക്കുന്ന വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കാണാൻ ഇഷ്ടമുള്ളവരൊന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണം. അതുപോലെ നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പീസും വീണ്ടും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്ന വേസ്റ്റ് പീസുകളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഇതിൽ നിന്നും ചെറിയൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്.
ഇതുപോലെ നമ്മളത് കട്ട് ചെയ്തെടുത്തു. ഇത് നമുക്ക് ഇതിന്റെ നടുക്കായിട്ട് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഓരോന്നിന്റെ നടുക്കും നമുക്ക് ഇതുപോലെ ചെറിയ റൗണ്ട് പീസ് കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്ന ഈ വേസ്റ്റ് പീസിൽ നിന്നാണ് നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ നമ്മൾ അതെല്ലാം ഒട്ടിച്ചെടുത്തു. ഇനി നമുക്ക് ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. പെൻസിലിന്റെ ബാക്ക് വശം വെച്ച് ഇതുപോലെയാണ് നമ്മളത് ഫ്ലവർ ആക്കി എടുക്കുന്നത്. ഇതുപോലെ നമ്മൾ ഒരു ഫ്ലവർ ചെയ്തെടുത്തു. നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ ഫ്ലവർ ആക്കി എടുക്കാം. വളരെ സിമ്പിളായി ആർക്കും ചെയ്തെടുക്കാവുന്ന ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എല്ലാ ഫ്ലവറും ഇതുപോലെ ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിന്റെ ഇതളുകളുടെ ഭാഗം ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ 2 കളർ ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ നമ്മൾ പെയിന്റ് ചെയ്തെടുക്കാനൊന്നും നിൽക്കണ്ട. ഇപ്പൊ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഓരോ ഫ്ലവറിന്റെയും ഈ ഒരു ഭാഗം ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചെറുതാക്കിയാണ് നമ്മൾ അത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് വിടർത്തി കൊടുക്കാം. ഇതുപോലെയാണ് നമ്മുടെ ഒരു ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള ഓരോ ഫ്ലവറും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിൾ അല്ലേ നമ്മുടെ ഈ ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ വീണ്ടും പറയുകയാണ്, പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ടിഷ്യൂ പേപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ആ ഒരു ടിഷ്യൂ പേപ്പർ അല്ല, ഇത് കുറച്ചൊരു കട്ടിയുള്ള ടിഷ്യൂ പേപ്പർ ആണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് കീറിപ്പോവുകയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ എല്ലാ പൂക്കളും ഇതുപോലെ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസ് റോൾ ചെയ്തെടുക്കണം. ഇതിലേക്കാണ് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പൂക്കളെല്ലാം നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിന്റെ ഇവിടെ ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവർ ഒട്ടിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഫ്ലവർ നമ്മൾ ഇവിടെയാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ ഒരു ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിന്റെ കുറച്ച് താഴെയായിട്ട് അടുത്ത ഫ്ലവർ ഒട്ടിച്ചെടുക്കാം. അതൊന്ന് ഒട്ടിക്കിട്ടുന്നത് വരെ കുറച്ച് സമയം നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം. ഇനി നമുക്കതിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് അടുത്ത ഫ്ലവർ ഒട്ടിച്ചെടുക്കാം. ഇപ്പൊ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന അതിലേക്ക് 3 പൂക്കൾ ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കതിന്റെ താഴെയായിട്ട് വീണ്ടും പൂക്കൾ ഒട്ടിച്ചു കൊടുക്കാം. ഓരോ ഫ്ലവറിന്റെയും നടുക്കായിട്ട് നമുക്ക് വേണമെങ്കിൽ വൂളൻ ത്രെഡ് കട്ട് ചെയ്തതെല്ലാം ഒട്ടിച്ചു കൊടുക്കാം. നമ്മളിവിടെ ഓരോ ഫ്ലവറിന്റെയും നടുക്കായിട്ട് ടിഷ്യൂ പേപ്പറിന്റെ പീസ് തന്നെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ഇതുപോലെയാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള പൂക്കളെല്ലാം നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഇലകൾ കട്ട് ചെയ്തെടുത്ത് അതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ ഇവിടെ ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇലകൾ ഒട്ടിച്ചെടുക്കുകയാണ്. വീതി കുറഞ്ഞ നീളത്തിലുള്ള ഇലകളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒരെണ്ണത്തിൽ 2 ഇലകളാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. കത്രിക വെച്ച് ഇലകൾ നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിൽ ഒട്ടിച്ചെടുത്തതുപോലെ നമുക്ക് ഇതിലും കൂടെ ഇലകൾ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ 2 എണ്ണത്തിലും ഇലകളെല്ലാം ഒട്ടിച്ചു കൊടുത്തു. ഇതുപോലെ തന്നെ വേറെ ഒരു ഫ്ലവറും കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു. വളരെ സിമ്പിളായി ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള പൂക്കൾ കാണാനായിട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പോൾ ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോകരുതേ. പാഴ്വസ്തുക്കളെല്ലാം വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ പോയി കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം പറയണം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.
ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.